നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 21 1201 ആണ്ട് തുലാമാസം 4 ചൊവ്വാഴ്ച. ഇന്ന് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം അത്ര ദോഷ നക്ഷത്രമൊന്നുമല്ല, പക്ഷേ ആഴ്ച ചൊവ്വാഴ്ചയാണ്. അതിലുപരി ഇന്ന് അമാവാസിയാണ്, കർത്തവാവ് ദിവസമാണ്. അമാവാസിക്ക് എല്ലാം ഇരുട്ടിലേക്ക് പോകുന്നതാണ്. മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ അമാവാസി, അന്ന് ചൊവ്വാഴ്ചയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ മോശപ്പെട്ട ദിവസമാണ് ഇന്ന്, വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇന്ന്. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം. നമ്മളൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും നിൽക്കരുത്. രാവിലെ തന്നെ എണീറ്റ് ഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മളെ മതാചാര പ്രകാരം ഉള്ള ദേവനെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ. താൻ പാതി ദൈവം പാതി, പകുതി നമുക്ക് ശ്രദ്ധിക്കുകയും പകുതി ഭഗവാന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്നും അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധയോടുകൂടി പോകണം. ഓരോ കാര്യങ്ങൾ പറയുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും എല്ലാം ഇന്ന് നല്ല ശ്രദ്ധാലുവായിരിക്കണം. അതുപോലെ ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമാണ്. പക്ഷേ തുലാമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ചൊവ്വാഴ്ചയും അമാവാസിയും കൂടി വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വർഷം വളരെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ പലതരത്തിലുള്ള വിപത്തുകൾ വരും, കേസ് വഴക്കുകൾ വരാം, ശത്രുക്കളുടെ എണ്ണം കൂടാം, ശത്രുഭയം ഉണ്ടാവും, വാഹനങ്ങളിൽ നിന്ന് അപകട സാധ്യത ഉണ്ടാവാം, അഗ്നിയാലോ ഇലക്ട്രിസിറ്റിയാലോ അപകടം വരാം, സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാനിടയുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു വർഷക്കാലവും സൂക്ഷിച്ചു പോകണം. പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, അമാവാസിക്ക് ബർത്ത്ഡേ വന്നതുകൊണ്ട് ഒരു വർഷവും പൗർണമി വ്രതം നോക്കണം. വെളുത്ത വാവിൻ്റെ അന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം. മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകത്തിന് കൊടുക്കണം. ശ്രീമുരുക യന്ത്രം ദോഷങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ ദേഹരക്ഷ ധരിക്കണം. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് പോകുമ്പോഴേ, ഒന്നാമത് നല്ല ദിവസമല്ല, പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി തന്നെ പോകണം. രാഹുകാല സമയം വരുന്നത് 3 മണി മുതൽ 4:30 മണി വരെ ഇട്ടിട്ടുണ്ട്. 3:05 ആകുമ്പോഴേ രാഹുകാലം. ഇപ്പോൾ ഏകദേശം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിട്ട് വളരെ അടുത്ത് നിൽക്കുകയാണ്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് 4:30 വരെ എന്നുള്ളത് 4:33 വരെ ഉള്ളൂ. 3 മിനിറ്റ് തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 3 മിനിറ്റ് മുമ്പ് തീരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം കലണ്ടറിലെ സമയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെയ്യാം. പക്ഷെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 12:09 തൊട്ട് 1:37 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 9:13 തൊട്ട് 10:41 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്, പക്ഷേ കർത്തവാവും എല്ലാം കൂടി നിൽക്കേണ്ട പേരിൽ അഭിജിത്ത് മുഹൂർത്തം തന്നെ, അഭിജിത്ത് മുഹൂർത്തം പോസിറ്റീവാണ്, എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ അനുകൂലപ്രദമായ ദിവസമല്ല. അപ്പോൾ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണം ശ്രദ്ധിക്കുക. റെഡ് കളറിലുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ചുവന്ന തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതണം. ഇതൊക്കെ നമ്മളുടെ നെഗറ്റീവിനെ പുറന്തള്ളാൻ സഹായിക്കും. അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.